എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജു രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതാണ് ചെകുത്താൻ ബാല ഇഷ്യൂ. അപ്പോൾ ചെകുത്താൻ ബാല ഇഷ്യൂവിൽ ഒരു പ്രധാന പ്രശ്നക്കാരനായിട്ട് ഇപ്പൊ നാട്ടുകാർ കണക്കൂട്ടുന്ന ഒരാളുണ്ട്, ആറാട്ടണ്ണൻ. ചെകുത്താനും കടലിനും നടുക്ക് എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാവം മനുഷ്യൻ. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, നിഷ്കളങ്കനായ കള്ളൻ, അതാണ് ആറാട്ടണ്ണൻ. എന്നാൽ ആറാട്ടണ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു OCD പേഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് OCD എന്താണെന്നെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതുവരെ ഉള്ള കഥകൾ, എങ്ങനെ ആറാട്ടണ്ണൻ ഇതിൽ വന്നു പെട്ടു, ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം ആറാട്ടണ്ണൻ നമ്മുടെ മോഹൻലാലിനെ പറ്റി കുറച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. അതിന്റെ പുറകെ നമ്മുടെ ബാല ആറാട്ടണ്ണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു. ഇത് കണ്ട ചെകുത്താൻ ബാലയ്ക്കെതിരെ ബാലയെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ കണ്ട് കലി പൂണ്ട ബാല ആറാട്ടണ്ണനെയും കൂട്ടി നേരെ ചെകുത്താന്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ ചെന്ന CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതിൽ ആറാട്ടണ്ണൻ ഉണ്ട്. അങ്ങനെ ആറാട്ടണ്ണൻ ഇതിലെ ഒരു മെയിൻ കഥാപാത്രമായി മാറുകയാണ്. ആറാട്ടണ്ണൻ തന്നെ അറിയാതെ ആറാട്ടണ്ണൻ ഒരു അധോലോക നായകനായി മാറുകയാണ്. ഇതിന്റെ പുറകെ നമ്മുടെ ചെകുത്താൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. ബാല വന്ന് ഭവനവേദനം നടത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അവിടെ വെച്ച് പറയുന്നുണ്ട് ആറാട്ടണ്ണൻ ഇപ്പോഴും ബാലയുടെ കസ്റ്റഡിയിലാണെന്ന് തോന്നുന്നുവെന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ചെകുത്താന്റെ വീട്ടിൽ ആറാട്ടണ്ണൻ എത്തിയതാണ്. അങ്ങനെ മീഡിയ കൂടുന്നു. ചെകുത്താൻ പ്രോംപ്റ്റ് ചെയ്ത് പറയുന്നത് പോലെ പറയുന്ന ഓരോ കാര്യങ്ങളും ആറാട്ടണ്ണൻ സമ്മതിക്കുകയാണ്. ബാല വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതെ, പ്രശ്നം ഉണ്ടാക്കി. തോക്കെടുത്തില്ലേ? എടുത്തു. അപ്പോ ചെകുത്താൻ എന്ത് പറയുന്നു അതെല്ലാം ആറാട്ടണ്ണൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം വൈകുന്നേരം ബാലയുടെ വീട്ടിൽ, സോഷ്യൽ മീഡിയ മുഴുവൻ കുമ്പിടിയാണ് കുമ്പിടി എന്ന ഡയലോഗും ഉണ്ട് കമന്റുകളായിട്ട്. അപ്പോൾ അവിടെ വെച്ച് ബാല കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ആറാട്ടണ്ണൻ ബാലയുടെ ആളായി. അതായത് ചെകുത്താൻ പറയുന്നതെല്ലാം തെറ്റാണ്, ബാല എന്ത് പറയുന്നു അതാണ് സത്യം. അപ്പോൾ നമ്മളെല്ലാം കൺഫ്യൂസ്ഡ് ആയി. ഇനിയിപ്പോൾ ശരിക്കും ഞാനാരാ എന്നൊരു തോന്നൽ നമുക്ക് വന്നു തുടങ്ങി. ഇതിന്റെ പുറകെ അപ്പൊ അവിടെ വെച്ച് തന്നെ ബാല പറയുന്നുണ്ട് ആറാട്ടണ്ണന്, ആറാട്ടണ്ണൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് ബാല, ആറാട്ടണ്ണന് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ള ചികിത്സയ്ക്കുള്ള സഹായം എല്ലാം ബാല ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതെന്നെല്ലാം പറഞ്ഞു അവിടെ വെച്ച്. അത് ഈ കേസിനൊരു മറയാണോ എന്നൊന്നും നമുക്കറിയില്ല. കുറേയൊക്കെ ചിന്തിക്കുമ്പോൾ അതൊരു മറയായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അതിനപ്പുറം അതിനുശേഷം ആറാട്ടണ്ണൻ ഒരു ലൈവിൽ വന്നു, പുള്ളിയുടെ സ്വന്തം ചാനലിൽ. എന്നിട്ട് പുള്ളിയുടെ അസുഖങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു. ഇതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ഇങ്ങനെ മൈൻഡ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ തവണ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അസുഖത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. അതിനുള്ള മെഡിക്കേഷൻ കഴിഞ്ഞ 20 വർഷമായിട്ടും കഴിക്കുന്നതാണ്. എൻ്റെ ഫാദർ ഒരുപാട് ഡോക്ടേഴ്സിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം എന്ന് വെച്ചാൽ OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒബ്സഷൻ ഉണ്ട്, കമ്പൽഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഡിസോർഡർ. അപ്പൊ എന്താണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ? നമുക്കത് ആദ്യം നോക്കാം. എന്നിട്ട് ശരിക്കും ആറാട്ടണ്ണന് ഈ പ്രശ്നമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ടാണോ ആറാട്ടണ്ണൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് വാക്കുകൾ അത് ചേർന്നിട്ടുള്ള ഒരു ഡിസോർഡറാണത്. അപ്പോൾ ആദ്യം നമുക്ക് ഒബ്സഷൻ നോക്കാം. അതായത് യുക്തിരഹിതമായ ചിന്തകൾ, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യുക്തിരഹിതമായ ചിന്തകൾ. അപ്പൊ അത്തരം ചിന്തകൾ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതൊരു ഒബ്സഷൻ ആണ്. ഇനി കമ്പൽഷൻ, ഈ ഒബ്സഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഇഷ്യൂസിനെ കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു കമ്പൽഷൻ അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴുള്ള ഒരവസ്ഥയാണ് OCD. അതായത് കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. എളുപ്പത്തിൽ പറയാനായിട്ടാണെങ്കിൽ 24 നോർത്ത് കാദം എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിലെ ഫഹദ് ഫാസിലിന്റെ ഒരു കഥാപാത്രം, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഓക്കും ചിട്ടയുമുള്ള പരിപാടികൾ, ടൈം ടേബിൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തൃപ്തിയില്ലായ്മ, ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിളായിട്ട്, ഒരു ട്രാഫിക് പോലും ഇല്ലാത്തൊരു റോട്ടിൽ വെറുതെ ഹോൺ അടിച്ചുകൊണ്ട് പോവുക. എന്തോ വരാൻ പോകുന്നെന്നുള്ള പ്രതീക്ഷയിൽ ഹോങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന്, വീടെല്ലാം ലോക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു തോന്നൽ വരും, വീട് പൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. അവർക്ക് ടെൻഷനാവും.
ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഒരു തവണ പോയി നോക്കും, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യും, തിരിച്ചു വരും. ഇനി വീട് പൂട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി റീഅഷ്യൂർ ചെയ്യും നമ്മൾ ഉറങ്ങുന്നതിനൊക്കെ മുന്നേ. പക്ഷെ ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും വീണ്ടും ടെൻഷൻ ആവുകയാണ്, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നോക്കിയിട്ട് അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് അറിയാനായിട്ട് പലതവണ ഓഫ് ചെയ്ത് ഓൺ ആക്കുന്ന ഒരവസ്ഥ. വീട്ടിലെ ഫ്രിഡ്ജ് നമ്മൾ പല ആൾക്കാരും ഒരാവശ്യമില്ലാതെ വെറുതെ തുറന്നു നോക്കുന്ന ഒരു സംഭവമായിരിക്കും ഫ്രിഡ്ജ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം, എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും പലപ്പോഴും തുറന്നു നോക്കാറുണ്ട്. ആ ഒരു അവസ്ഥ റിപ്പീറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നൊരു തോന്നലിൽ വീണ്ടും വീണ്ടും തുറന്നു നോക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ പല്ല് തേക്കും, എത്ര തേച്ചാലും ഒരു തൃപ്തി വരാത്ത അവസ്ഥ, എത്ര കുളിച്ചാലും തൃപ്തി വരാത്ത അവസ്ഥ. ഇതിന് പണ്ട് കാലത്ത് പറയുമായിരുന്നു ജലപ്പിശാച് എന്നല്ല, അല്ലെങ്കിൽ ജലപ്പിശാച് കയറിയതാണ് എന്നൊക്കെ പറയും. അതെല്ലാം സത്യത്തിൽ ഒരു OCD രോഗമാണത്. ചില ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാത്രം കഴുകും. ഈ പാത്രം എത്ര കഴുകിയാലും അവർക്ക് മതിയാവില്ല, തൃപ്തി വരില്ല. അവർ വീണ്ടും ടേബിളിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് വീണ്ടും 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 തുടച്ച് കയ്യിന്റെ തൊലി പോകുന്നത് വരെ അവരിതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കരുതും ഇത് 24 നോർത്ത് കാതമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വൃത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു അസുഖമാണ്. അല്ല, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരം ചിന്തകളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏത് തരം ചിന്തകളും മനസ്സിനെ തൃപ്തിപ്പെടുത്താനാകാത്ത വ്യാകുലതകൾ, ഇത്തരം കാര്യങ്ങളാണ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊരു തോന്നലുകൾ, ഇത്തരം സിംറ്റംസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഉർവശിയുടെ ഒരു കഥാപാത്രമുണ്ട്, കുറെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. അതായത് ഒരാവശ്യവുമില്ലാത്ത ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂക്ഷിച്ചു വെക്കുന്നത്. നമുക്കെല്ലാം ഉണ്ടാവാം പല പല പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഹോബി. പക്ഷെ അതിനപ്പുറം ഒരു റിലവൻസും ഇല്ലാത്ത ഒരാവശ്യവുമില്ലാത്ത കുറെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരവസ്ഥ, അതും ഇതിന്റെ ഒരു പാർട്ടാണ്. പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ച ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഒരു ടൈം ടേബിളിലായിട്ടുള്ള ലൈഫായിരിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം എന്നൊരവസ്ഥയായിരിക്കും. എക്സാമ്പിളായിട്ട് ദിവസം 5 നേരം നിസ്കരിക്കണം. ഒരു നേരം അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടെൻഷനായിരിക്കും. തനിക്ക് മിസ്സായി പോയ ആ കാര്യം കൊണ്ട് തന്റെ ജീവിതത്തിൽ ഇനി എന്തോ വലിയ മോശമായിട്ടുള്ള കാര്യം നടക്കാൻ പോകുകയാണെന്ന് ഇവർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് ഇവർ അതിലൂടെ പിന്നെ ജീവിക്കും. അതുമാത്രം മനസ്സിൽ ചിന്തിച്ച് ജീവിക്കും. ഇനി എനിക്കെന്തോ മോശം വരുന്നുണ്ട് എന്നുള്ള വ്യാകുലതകളിലായിരിക്കും പിന്നീട് അവരുടെ ജീവിതം. അവർക്ക് പിന്നെ സമാധാനം എന്ന കാര്യം ഉണ്ടാവില്ല. ഇനി ഇവര് ചിന്തിച്ച് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും അത് നടന്നിട്ടില്ലെങ്കിലും നടന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ ചിലപ്പോൾ അവർക്ക് വരും. അവരത് ആ രീതിയിലായിരിക്കും ഇമാജിൻ ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇവർ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കും. അവരത് വീണ്ടും വീണ്ടും അഷ്യൂർ ചെയ്യാൻ ശ്രമിക്കും. അതായത് കിടപ്പിലായ ഒരു അമ്മച്ചി കട്ടിലിൽ കിടന്നുകൊണ്ട് മരുമോളോട് ഒരു 100 തവണ ചിലപ്പോൾ പറയും, അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ, തിളച്ചെന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന്. സത്യത്തിൽ അത്തരം ഒരു കാര്യം അവർ ഒരു തവണ കൺഫേം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവര് ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർ വീണ്ടും 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 കൺഫേം ചെയ്യും. അപ്പോൾ ഇതെല്ലാമാണ് ഈ OCD എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് ചെറുപ്പത്തിലെ ജനറ്റിക് ആയിട്ട് വരാം. ചില ആൾക്കാർക്ക് സഡൻ ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അതുമൂലം വരാം. ചില ആളുകൾക്ക് സംഭവിക്കുന്നത് ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ, എക്സാമ്പിൾ ഒരു മരണം കാണുമ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയേക്കാം. അപ്പോൾ ഇതിന് പല കാരണങ്ങളാണ്. ആറാട്ടണ്ണൻ തന്നെ പറയുന്നത് പോലെ ഇത് ക്യൂറബിൾ അല്ല, പക്ഷെ കൺട്രോളബിൾ ആണ്. പക്ഷെ പല മെഡിക്കൽ സയൻസും പറയുന്നുണ്ട് ഇത് ക്യൂറബിൾ ആണെന്ന്. ഇനി ഇപ്പോൾ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ആറാട്ടണ്ണന്റെ അവസ്ഥ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറെയെല്ലാം ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചൊന്നും പൊരുത്തപ്പെടുന്നുമില്ല. ഇനി കുറെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നത്, ഇദ്ദേഹം ചെകുത്താന്റെ മുന്നിൽ ചെകുത്താൻ എന്തെങ്കിലും പറയുമ്പോൾ പറയും അതെ അതാണ് സത്യം. ഇനി ബാല എന്തെങ്കിലും പറയുമ്പോൾ പറയും അതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഉറച്ച നിലപാടില്ല, അല്ലെങ്കിൽ വ്യക്തമല്ല കാര്യങ്ങൾ. അതൊരു സിംറ്റം തന്നെയാണ്. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അസുഖം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് പറയാൻ പറ്റാത്തത്. ചിലപ്പോൾ ബാല പേടിപ്പിച്ചിട്ടാവാം, ചെകുത്താൻ പേടിപ്പിച്ചിട്ടാവാം. പക്ഷെ ഈ ഒരു രോഗമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്റേഴ്സ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല.
അവരെല്ലാം ഇത്തരം അവസ്ഥകൾ പലതവണ കണ്ട് ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായ ടോർച്ചറിങ്ങിലൂടെ കടന്നുപോയി അവർക്ക് മടുത്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവർ പലതവണ ഈ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യരുത്, ഇത്തരം കാര്യങ്ങൾക്ക് പോരുത്. പക്ഷെ വീണ്ടും പുള്ളി പോകുന്നത് കൊണ്ടായിരിക്കാം പ്രശ്നം. ആറാട്ടണ്ണൻ തന്നെ പറഞ്ഞതുപോലെ ഇത് കൺട്രോളബിൾ ആണ്, അല്ലെ? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആറാട്ടണ്ണൻ തന്നെ അത് കൺട്രോൾ ചെയ്യണം. അനാവശ്യ കാര്യങ്ങളിൽ പോയി തലയിടാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം തലയിട്ടുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ട ഒരു രോഗമാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം ഒരു രോഗിയാണെന്ന്. അപ്പോൾ അദ്ദേഹം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാതിരുന്നാൽ, ഒരുപാട് കാര്യങ്ങളിൽ തലയിടാതിരുന്നാൽ ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാം. ഇനി ചുറ്റുമുള്ള ആളുകൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. കുറേ പേര് ആറാട്ടണ്ണനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇനി കുറേ പേര് പൂർണ്ണമായിട്ടും ആറാട്ടണ്ണൻ ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആറാട്ടണ്ണൻ കള്ളനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ആളുകൾ പറയുന്ന വാദങ്ങൾ ഇതാണ്: എന്തിനാണ് അനാവശ്യ കാര്യങ്ങളിലേക്ക് ആറാട്ടണ്ണൻ പോകുന്നത്? ഒരു സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന് സ്വന്തം ചാനലിലൂടെ റിവ്യൂ അറിയിച്ചാൽ പോരെ? അനാവശ്യമായ പരിപാടികൾക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഒരു വിഭാഗം പറയുന്നുണ്ട് ഇദ്ദേഹം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആസ്വദിക്കുന്നുണ്ട്, അതിനുവേണ്ടി പല പല പ്രശ്നങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ്, OCD ഒന്നുമല്ല. അപ്പോൾ പല അഭിപ്രായമുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ആറാട്ടണ്ണൻ തന്നെയാണ്. പക്ഷെ ആറാട്ടണ്ണനെ തന്നെ തിരുത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ അദ്ദേഹം വനിതയിൽ കണ്ടില്ല, അദ്ദേഹം ലുലുവിൽ കാണാൻ പോയി. കാരണം അദ്ദേഹം അവിടെ ഒരു മോശം സിനിമ എന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പുള്ളി സ്വയം കൺട്രോൾ ചെയ്തു. അപ്പോൾ ഈ കൺട്രോളാണ് വേണ്ടത്. പുള്ളി സ്വയം കൺട്രോൾ ചെയ്യുക, അല്ലാതെ ഇതിന് വേറെ പോകാൻ കഴിയൊന്നുമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈവെല്ലാം കാണുമ്പോൾ കുറച്ച് വിഷമമെല്ലാം തോന്നും. പക്ഷേ പുള്ളി തന്നെ സ്വയം ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണെന്നില്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് OCD ആയിട്ട് ബന്ധമില്ല, അല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ OCD ആയിട്ട് റിലേറ്റഡ് ആയിരിക്കാം. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഈ പുള്ളി തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ ജീവിച്ച ആറാട്ടണ്ണന് കൊള്ളാം.